ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വിഷുദിനത്തിനോടനുബന്ധിച്ച് മന്തി ഒരുക്കി വെച്ചു ഒരാൾ. അയാളോട് പ്രതികാരം ചെയ്യാൻ മറ്റൊരാൾ പെരുന്നാളിൻ്റെ ആശംസയോടൊപ്പം പന്നിയെ ചുട്ടുവെക്കുന്ന ചിത്രവും വെച്ചു. ആദ്യത്തേത് കേസായി, അറസ്റ്റായി, പുകിലായി, എല്ലാമായി. രണ്ടാമത്തേത് കേസെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു ദിവസം ആരോ എന്തിനോ വേണ്ടി കണ്ടുപിടിച്ചതാണ്. അന്ന് സ്വർണം വാങ്ങുന്നവർക്കെല്ലാം നിറയെ സ്വർണം വന്നുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, അവർ കഴിക്കുന്നത് പോലും സ്വർണമായി തീരും എന്നൊക്കെയുള്ള പാരമ്പര്യ പുരാണങ്ങളുടെ ഒരുപാട് വസ്തുതാന്വേഷണ കാര്യങ്ങളൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ മുസ്ലിം സമുദായത്തിലെ നല്ല ദീക്ഷയും തൊപ്പിയും നല്ല നിസ്കാരത്തഴമ്പുമുള്ള, വർഷാവർഷം ഉംറയ്ക്ക് പോകുന്ന, ഇടയ്ക്കിടെ ഹജ്ജിന് പോകുന്ന, ഒരു വക്കത്ത് നിസ്കാരം പോലും മുടക്കാത്ത ആളുകൾ പോലും സുബഹി കഴിഞ്ഞ് വന്ന് ആ ബാനർ വലിച്ചു കെട്ടി വളരെ സന്തോഷത്തോടെ അക്ഷയ തൃതീയയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് സ്വർണ്ണ കച്ചവടം നടത്തുന്ന നാടാണിത്. ആർക്കും അതിൽ ഒരു മതബോധത്തിൻ്റെ അന്വേഷണമോ അതിൻ്റെ അപ്പുറത്തെ സംഗതിയോ ഒന്നുമില്ല. എന്ന് മാത്രമല്ല, നോക്കൂ, ഒരു സമുദായ സംഘടനകളും ഇപ്പോൾ പലരുമൊക്കെ രംഗത്ത് വരുന്നില്ലേ? ഇറാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ, കുവൈറ്റ് സ്വർഗത്തിലാണോ നരകത്തിലാണോ, അമേരിക്ക സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വിശേഷിപ്പിക്കുന്നവരാരും പലരും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നതേയില്ല. അങ്ങനെ മിണ്ടാതിരിക്കാൻ കാരണം ചിലർക്ക് സംഘടനാപരമായും ചിലർക്ക് വ്യക്തിപരമായും ഒക്കെ സ്വർണ്ണക്കടകളോ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെയുണ്ട്. ഒരു തർക്കവും ഇല്ല, ഒരാളും എതിർക്കുന്നില്ല. അത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശ്വാസത്തിൻ്റെയൊക്കെ കാര്യം. ഒരുപാട് മുസ്ലിങ്ങളായ ആളുകൾ ശബരിമലയ്ക്ക് സാധനം കൊണ്ടുപോകുന്ന കട വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഹിന്ദുക്കളായ ആളുകൾ ഈ നോമ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പെരുന്നാളിനും വേണ്ടിയൊക്കെ ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ ആശംസകളും ബോർഡും മറ്റുമൊക്കെ പലയിടത്തും എഴുതി വെക്കും. ഇന്നൊരു മൊയ്ലിയാരുടെ പ്രസംഗം കേട്ടു. ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ആരെടുത്തെങ്കിലും പോയി നിങ്ങളുടെ ജന്മദിനത്തിന് എല്ലാ ആശംസകളും നേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദൈവത്തോട് വിളിച്ചിരിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് അവിടെ വെച്ച് ഈ പറയുന്ന ആളിൻ്റെ ഈമാൻ്റെ 1 കിലോ താഴെ പോയി. ബാക്കി 35 ഉണ്ടെങ്കിൽ 34 ഉള്ളൂ എന്നൊക്കെ പറയുന്ന പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി. അപ്പം ഞാൻ പറയുന്നത്, ഈ സമൂഹം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിൽ കുറേ പ്രാന്തന്മാർ പലതരത്തിലും പല ഇനത്തിലും പല ജാതിയിലും പല പേരിലുമൊക്കെ ഉണ്ട്. ഈ മെഹർബന്ദിക്കാരൻ യഥാർത്ഥത്തിൽ അവൻ്റെ സാധനം കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉഗ്രനൊരു ഐറ്റമാണെന്നും പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയായിരിക്കും. അല്ലെ, ശബരിമലയിലെ പോറ്റിയെ കയറ്റിയേ എന്നുള്ള പാട്ട് തുടങ്ങിയപ്പോൾ ആരാണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങളിലെ ആളുകൾ പോലും പറഞ്ഞു അത് വിശ്വാസത്തെ വേദനിപ്പിക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും നടന്നാൽ ഉടനെ പെട്ടെന്ന് അങ്ങ് വിശ്വാസത്തെ മുറിവേൽക്കുക. ശശിലേഖയുടെ വല്ലാതെ മുറിവേറ്റു വിശ്വാസം. ഏത്? ഈ പറഞ്ഞ കുഴിമന്തി കണ്ടപ്പോൾ. രാമസിംഹൻ്റെ മുറിവേറ്റു. രാമസിംഹൻ്റെ പണ്ടൊന്ന് മുറിഞ്ഞതാണെങ്കിലും ഇപ്പം വീണ്ടും അദ്ദേഹത്തിന് മുറിവേറ്റു. ഈ മുറിവേറ്റു എന്ന് പറയുന്നവരാരാന്നറിയാമോ? ഉള്ള മുറിവുകൾ മുഴുവൻ വഷളാക്കി, അത് പുണ്ണാക്കി, അത് പഴുപ്പിച്ച്, അതിൽ നിന്ന് ദുർഗന്ധം വരുത്തി, ഈ സമൂഹത്തെ എങ്ങനെങ്കിലും ദുർഗന്ധപൂരിതമാക്കി അവരവരുടെ നാസ്വാദ്വാരങ്ങൾ ആസ്വദിക്കുന്ന ആ സുഗന്ധപൂരിതമായ ദുർഗന്ധത്തെ അങ്ങനെ ആക്കിയെടുത്ത് എല്ലാവരെയും കൊണ്ട് അങ്ങനെ തന്നെ അത് വലിച്ചു കയറ്റിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കാണ് ഈ വ്രണപ്പെടുന്നത് മൊത്തം. അല്ലാത്ത സാധാരണക്കാർക്കൊന്നും വ്രണപ്പെടുന്നില്ല, എല്ലാം പൊറുക്കുകയാണ് ചെയ്യുന്നത്. വ്രണപ്പെടുന്നതിൻ്റെ എതിർവശമാണല്ലോ, എതിർലിംഗമാണല്ലോ പൊറുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ അങ്ങ് വ്രണപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്താണെന്നറിയുന്നില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇനിയുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് കച്ചവടം നടത്തുന്ന കഴുതയും 10 വട്ടം ആലോചിച്ചേ ചെയ്യാവൂ. ഞാൻ 2-3 ദിവസം മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത്. ഈ ത്രിവർണ്ണ പതാകയുടെ നിറത്തിലുള്ള റിബൺ മുറിക്കാൻ പോയ ഒമർ അബ്ദുള്ളയുടെ കഥ പറഞ്ഞത്. കാശ്മീരിലെ അദ്ദേഹം തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. പണ്ട് സിനിമയിൽ മുഴുവൻ എല്ലാ കൊള്ളക്കാരും ഹാജിയാക്കന്മാരും നിസ്കാരത്തഴമ്പുള്ളവരും തൊപ്പിയുള്ളവരുമായിരുന്നു. എല്ലാ പിടിച്ചുപറിക്കാരുടെയും ഇളിയിലൊരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. അന്നൊന്നും ആർക്കും മുറിവേറ്റിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് കണ്ട് ചിരിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരും ഇതെല്ലാം നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് മുറിവിൽ തൊട്ടുകൊണ്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിവേൽക്കുകയും വ്രണപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇത്തരം കോമാളിത്തരങ്ങളൊന്നും അനാവശ്യമായി കാണിച്ച്
അവനവൻ്റെ മന്തിക്കടയും ചന്തിക്കടയും ഒന്നും വലുതാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല സഹോദര. ഇനി ഒരുത്തൻ അങ്ങനെ കാണിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ പണ്ട് നാട്ടിൻപുറത്ത് ഒരു വീട്ടിലെ മൂന്നാം ഭാഗത്തേക്ക് അയലത്തെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ വിളിക്കാത്തത് കൊണ്ട് കൂട്ടുകാരൻ ഈ വിളിക്കാത്ത വീട്ടിലെ കൂട്ടുകാരനോട് പറഞ്ഞത്രേ, ഞങ്ങളുടെ അച്ഛനും ചാവൂടാ, അന്നേരം സഞ്ചയനം വരട്ടെ, നിന്നെ ഈ അയ്യത്ത് കയറ്റത്തില്ലെന്ന് പറയുന്നത് പോലെയാണ് അതിന് പ്രതികാരം ചെയ്യാൻ ഇത്തരം സംഗതിയുമായി നടക്കുന്നത്. വിവേകമുണ്ടാകണം സമൂഹത്തിന്. പരസ്യം ചെയ്യുന്നവനും ഉണ്ടാവണം, അത് കാണുന്നവനും ഉണ്ടാവണം, അതിനോട് പ്രതികരിക്കുന്നവർക്കും ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ ഒന്നും വ്രണപ്പെടാൻ വേണ്ടിയൊന്നുമല്ല. യവന്മാർ ഈ പൊതുസമൂഹത്തിൽ വ്രണവും മണവും ഒക്കെ പറയുന്നെങ്കിലും യവന്മാരെല്ലാവരും കൂടി ചേർന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ചേർന്ന് നല്ല പങ്കുകച്ചവടവും നല്ല കൊള്ളയും നല്ല പിരിവും നല്ല ബിനാമിയും നല്ല വസ്തു കച്ചവടവും ഒക്കെ ഈ വ്രണപ്പെടുത്തുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവരെല്ലാം നടത്തുന്നുണ്ട്. കഷ്ടപ്പാടുകാരനെ സാധാരണക്കാരനെ ആളുകളെ തമ്മിലടിപ്പിക്കാനാണ് ഇത്തരം കാർഡും കൊണ്ട് കുറേ അവന്മാർ ഇറങ്ങുന്നതും വ്രണപ്പെട്ടെന്നും പറഞ്ഞ് കുറേ പേര് ഇറങ്ങുന്നതുമല്ല. അതുകൊണ്ട് ഇതിലൊന്നും വലിയ ശ്രദ്ധ കൊടുത്ത് സമയം കളയാതെ പോയി പണിക്ക് പോയി കടമൊക്കെ തീർത്ത് നല്ലതുപോലെ ആഹാരം കഴിച്ച് മക്കളെ വളർത്തി സുഖസമൃദ്ധമായി ജീവിക്കുക. എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചാൽ കിടക്കുമ്പോൾ ഉപകാരപ്പെട്ടേക്കും. ഇല്ലെങ്കിൽ ഇവനെ ആരും ഒരാളും കാണാൻ വരത്തില്ല. അന്നുണ്ടാകുന്ന വ്രണമാണ് ഏറ്റവും വേദനയുള്ള വ്രണം, അല്ലാതെ ഈ വ്രണമൊന്നുമല്ല.